ഇവിടുത്തെ അള്ളാഹുവിൻ്റെ എല്ലാ മഖ്ലൂഖാത്തിനോടും ചില ഹുക്കൂക്കുകൾ നമുക്കുണ്ട്. ഈ ഹുക്കൂക്കുകളൊക്കെ പാലിച്ചുകൊണ്ട് അവിടെ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സമയങ്ങളൊക്കെ ആവശ്യമില്ലാത്ത വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റു പോലത്തെ സംഗതിയിലോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഗീബത്തും നമീമത്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഓരോ ആളുകളെ കൊണ്ടും ഇല്ലാത്തത് പറഞ്ഞ് എന്നിട്ട് അതിൽ ആസ്വദിച്ചു കൊണ്ടിട്ട് ഏത് സമയത്തും ഇതിലായിക്കൊണ്ട് സമയം നമ്മൾ പിന്നെന്താക്കുക കഴിച്ചു കൂട്ടാൻ ശ്രമിക്കരുത്. ആകെ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ഇജാതി ഒന്നും ഉണ്ടായാലും മതി, ഇതിൻ്റെ അപ്പുറം വേറൊരു ആവശ്യമില്ല. ഇതിനേക്കാൾ വലുതുണ്ടായിക്കാണെങ്കിൽ സമയമൊന്നും ഇടും. എനിക്ക് ഇബാദത്തിന് സമയം കിട്ടൂല, എനിക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല, എനിക്ക് നല്ലത് ചെയ്യാൻ സമയം കിട്ടൂല. ഇത് ഈ കാണുന്നതൊക്കെ ഇത് നല്ലതായി മനസ്സിലാക്കും. അപ്പം ഇത് ഈ വലിയ സാധനം കൊണ്ടു നടക്കാതിരിക്കുകയാണ് നല്ലത്. മനസ്സിലായി? കൊണ്ടു നടക്കണമല്ലോ, കൊണ്ടു നടന്നു വന്നാൽ കൊണ്ടു നടക്കണ്ടല്ലോ എന്താ പറഞ്ഞത്. കൊണ്ടു നടന്നാൽ പിന്നെ അതുമായിട്ട് മെനക്കണം, അതിനായിട്ടായിരിക്കും നമ്മളെ സമയം മുഴുവൻ. അപ്പം നന്മയൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല, ഒരു നന്മയും ചെയ്യാൻ കഴിയില്ല. നീ നന്മ ചെയ്യുകയാണെങ്കിലും മനസ്സിലാക്കി ചെയ്യണമെന്നല്ല ഈ കാരം. ഇപ്പം തന്നെ മറ്റേ നോക്കി കാണണം എന്നാണ് ഈ കാരം. നിസ്കരിച്ചപ്പോഴൊരു സുഖം ഉണ്ടാവില്ല, ഇഖ്ലാസോട് കൂടി ഇകരിച്ചാൽ കഴിയൂല, നല്ല ഈയത്തോടുകൂടി ഇകരിച്ചാൽ കഴിയൂല, ഒന്നും ഉണ്ടാവില്ല, ശ്രദ്ധ മുഴുവൻ വേറെ ഉള്ളിലായിരിക്കും. അപ്പം അതിന്നൊക്കെ കുറച്ച് ഒഴിഞ്ഞിരിക്കുക നമ്മൾ. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഈ വാട്സപ്പിലൊക്കെ ഏതോ ഒരുത്തൻ എന്തെങ്കിലും അവൻ്റെ തലയിൽ ഉദിക്കണമെന്ന് എഴുതി വിടുകയാണ് ഈ കാരം. എന്നിട്ട് ഇത് വലിയ സംഭവമാക്കിയല്ലേ നമ്മൾ. ഒരു സംഭവമാക്കിയിട്ട് നന്നായിട്ട് ലോകൊട്ടാകണം ആകാശം ഇടിഞ്ഞ് വിൽക്കാന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. പണ്ഡിതന്മാരെ പരിഹസിക്കാതിരിക്കുക, പണ്ഡിതന്മാരെ ആക്ഷേപിക്കാതിരിക്കുക. ആക്ഷേപങ്ങളും വിമർശനങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. മനസ്സിലായില്ലേ? മാന്യത വിട്ടുപോകരുത്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണത് നല്ലതാണെന്ന് മാത്രം ഉണർത്തിക്കൊണ്ടിട്ട് അത് എല്ലാവരോടും ആ നിൽക്കണമെന്ന് നമ്മുടെ ആളുകളോടൊക്കെ ഉപദേശിച്ചു കൊണ്ടിട്ടും ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.